ഹലോ എവറിബഡി. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? നസീ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഇടണേന്ന്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ അല്ലേ, അപ്പോൾ ഞാനത് എൻ്റെ സ്റ്റൈലിലായിട്ട് കുക്ക് ചെയ്യുക കാണിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. നമ്മൾ കേരളത്തിലെല്ലാവരും ഉണ്ടാക്കും ബീഫ് ഫ്രൈ. ഇതിലൊരു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് ഉള്ളൂ. അതായത് ഞാൻ ആപ്പിൾ സിഡർ വിനീഗറും ചേർത്തു, പിന്നെ ഒരു സ്പൂൺ വിസ്കിയും അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ വിസ്കി ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ, പക്ഷേ അത് രണ്ടും കൂടെ ആകുമ്പം ഒരു നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ അവസാനം ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, അവസാനം ഞാനൊരു ഇച്ചിരി കട്ടിയുള്ള കോക്കനട്ട് മിൽക്കും അതിൻ്റെ ഉള്ളിൽ ചേർത്തു. പിന്നെ അതും കൂടി പറ്റിച്ചു, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് ആണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചെയ്ത് നോക്കണം എന്തായാലും ഇങ്ങനെ എൻ്റെ ഈ സ്റ്റൈലിൽ. നല്ല രുചിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം ഞാൻ അതിന് മുമ്പ് തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ്. നല്ലോണം ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെ കുരുമുളക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കറുത്ത കുരുമുളക് മാത്രമല്ല, ഇവിടെ ജർമ്മനിയിലാണെങ്കിൽ കളർഫുൾ കുരുമുളകും കിട്ടും, ചുമപ്പ്, പച്ച, കറുപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തത്. അതും എല്ലാം ഞാൻ വറുത്ത് പൊടിച്ചാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.